ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ചിക്കൻ അടയാണ്. ഈ നോമ്പ് കാലത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. സാധാരണ ഫിഷ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എപ്പോഴും ഫിഷ് വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റായിരുന്നു. ഇവിടെ എൻ്റെ മക്കൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. നമുക്കിനി ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ രണ്ട് ഒനിയൻ എടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഒനിയൻ ചെറുതായി അരിഞ്ഞത് സ്ലൈസായിട്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് ചിക്കൻ വേവിച്ചതാണ്. ഞാനിവിടെ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതും ഒരു 5-6 ചെറിയുള്ളിയും ജീരകവുമാണ്, പെരുംജീരകവുമാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ചിക്കൻ്റെ ഫില്ലിങ്ങിലേക്കും ഇത് വേണം. പിന്നെ ഹാഫ് ചിക്കൻ്റെ ഫില്ലിങ്ങിലേക്ക് എടുക്കണം. ഇതിൻ്റെ ഹാഫ് അരി മാവ് മിക്സ് ചെയ്യുമ്പോൾ അതിലേക്കും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ മൂന്നും കൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അധികം അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളം ചേർക്കാണ്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ആദ്യം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒനിയൻ നന്നായി വഴറ്റിയെടുക്കണം. ഒനിയൻ വഴറ്റുമ്പോൾ നമ്മളെപ്പോഴും കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയാൽ അത് ഒനിയൻ വേഗത്തിൽ വഴന്ന് കിട്ടും. ഒനിയൻ ഒന്ന് വഴറ്റി അതൊരു പിങ്ക് നിറമാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം. ഇതൊക്കെ ചേർത്ത് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ കുറച്ച് നേരം വഴറ്റണം. ഈ ഒനിയൻ്റെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും എല്ലാം ഈ പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾ എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഞാൻ ആ ചിക്കൻ വേവിക്കുമ്പോൾ ഈ മസാലയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒനിയനിലേക്ക് ഇതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമെല്ലാം മാറുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിരിക്കും. ഇതൊരു 2 മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ച തേങ്ങയില്ലേ അതിൻ്റെ പകുതിയും കൂടെ ചേർക്കണം. തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. തേങ്ങ മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം വേവിച്ച് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് അഥവാ കുറവാണെങ്കിൽ അതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് എല്ലായിടത്തും നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം.
ഇനി നമുക്ക് അരിമാവ് കുഴച്ച് വെക്കാം. ഞാനിവിടെ 2 കപ്പ് 2-2.5 കപ്പ് മാവാണ് ഞാൻ എടുത്തത്. ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിന് ബോയിൽഡ് റൈസ് അരച്ചിട്ടും ഇതുണ്ടാക്കാൻ പറ്റും, പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് അതായിരിക്കും. ഈ അരിപ്പൊടിയിൽ എന്തൊക്കെയാണ് ചേർത്തതെന്ന് നോക്കാം. ഞാൻ 2.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച കോക്കനട്ടിൻ്റെ മിക്സില്ലേ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഉപ്പ് ചേർത്തു. അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളം കൊണ്ടാണ് ഇത് കുഴച്ചെടുത്തത്. അരിപ്പൊടിയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് സ്പൂണ് കൊണ്ട് മെല്ലെ മെല്ലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചൂടൊന്ന് കുറച്ച് കുറയുമ്പോൾ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാൻ പറ്റും നമ്മൾക്ക്. അപ്പോൾ നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ വാഴയിലേക്ക് പകരം സിൽവർ ഫോയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വാഴയില കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സിൽവർ ഫോയിലിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുറച്ചൊരു വലിയ ഉരുള എടുത്തിട്ട് നന്നായി അട ഉണ്ടാക്കില്ല ആ രീതിയിൽ പ്രസ് ചെയ്ത് വെക്കണം ഒരു സൈഡിലത്തെ സിൽവർ ഫോയിലിൽ. വാഴയിലിൽ ഉണ്ടാക്കാൻ പറ്റുള്ളത് പോലെ തന്നെ ഇതിൽ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വാഴയില ഉണ്ടാക്കുമ്പോഴുള്ളൊരു നല്ലൊരു മണം ഉണ്ടാവില്ലേ, അതെനിക്ക് മിസ്സായി. ഇത് നന്നായി പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിടണം. ഇനി വേറൊരു സിൽവർ ഫോയിൽ എടുത്തിട്ട് എണ്ണ തടവി നേരത്തെ ചെയ്തതുപോലെ തന്നെ വേറൊരു ഉരുള എടുത്തിട്ട് നന്നായി പരത്തി വെക്കണം. നന്നായി പരത്തിയതിന് ശേഷം ഇതെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്ത് വെച്ച അടയില്ലേ അതിൻ്റെ മുകളിലേക്ക് വെക്കണം. നന്നായി കവർ ചെയ്തിട്ട് വെക്കണം. അത് രണ്ടും കൂടെ ചേർത്ത് നന്നായി കവർ ചെയ്ത് വെക്കണം. ഉള്ളിലത്തെ ഫില്ലിങ് വെളിയിൽ കാണാത്ത വിധത്തിൽ നന്നായി കവർ ചെയ്യണം. അതിനുശേഷം വേണമെങ്കിൽ ഫോർക്ക് കൊണ്ട് സൈഡിലെല്ലാം ചുമ്മാ ഒരു ഭംഗിക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരാവി ചെമ്പിൽ വെച്ചിട്ട് ഇത് ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാകും.
അത് അവിടെ നിന്ന് കുക്കാകുമ്പോഴത്തേക്കും ഞാൻ അടുത്ത അട റെഡിയാക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ചെയ്യുന്നത് നോർമൽ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ടൈപ്പിലുള്ള അടയാണ്. ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി എനിക്ക്. അതാ അങ്ങനെ 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ അട റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. അട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഫില്ലിങ്ങിന് പകരം ഇതിലേക്ക് പ്രോൺസ് യൂസ് ചെയ്യാം, ഫിഷ് യൂസ് ചെയ്യാം, വേണമെങ്കിൽ വെജിറ്റബിൾ യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.